ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ റീൽസ് എല്ലാം ചെയ്തു കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം റീൽസിനെല്ലാം നല്ല റീച്ച് എല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓപ്ഷൻ ഒന്നും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ ഒന്നും എനേബിൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഗിഫ്റ്റ് ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 1000 ഫോളോവേഴ്സ് എല്ലാം തികഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറേ വീഡിയോസ് എല്ലാം അത്യാവശ്യം റീച്ചിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഈ ഗിഫ്റ്റ് ഓപ്ഷൻ ഫീച്ചർ ഒന്നും തന്നെ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നത് ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗിഫ്റ്റ് ഓപ്ഷൻ ഒന്നും വന്നിട്ടില്ല. അതിനാൽ തന്നെ ഈ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നതിൽ പോയി താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ട്, ഷെയ്ക്ക് ഫോൺ ടു റിപ്പോർട്ട് എ പ്രോബ്ലം. അപ്പോൾ ഞാൻ ഇവിടെ റിപ്പോർട്ട് പ്രോബ്ലം വിത്തൗട്ട് ഷെയ്ക്കിംഗ് എന്ന ഈ രണ്ടാമത്തെ ഓപ്ഷനിലാണ് ടാപ്പ് ചെയ്യുന്നത്. അതിനുശേഷം വുഡ് യു ലൈക്ക് ടു ഇൻക്ലൂഡ് കംപ്ലീറ്റ് ലോഗ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വയറി റൈസ് ചെയ്യുന്നത് ഇത് നമുക്ക് ഗിഫ്റ്റ് ഓപ്ഷൻ എല്ലാം എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമെല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഡയഗ്നോസ്റ്റിക്സ് അതുപോലെ ഈ ലോഗ്സ് എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ആദ്യത്തെ ഇൻക്ലൂഡ് ആൻഡ് കണ്ടിന്യൂ എന്നതിൽ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാം. എന്നാൽ ഇപ്പോൾ ഈ ഗിഫ്റ്റ് ഓപ്ഷന് വേണ്ടിയാണ് നമ്മൾ ഇത് റൈസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഞാൻ ഇവിടെ ഡോണ്ട് ഇൻക്ലൂഡ് ആൻഡ് കണ്ടിന്യൂ എന്നതിലാണ് ടാപ്പ് ചെയ്യുന്നത്. അതിനുശേഷം റിപ്പോർട്ട് എ ടെക്നിക്കൽ പ്രോബ്ലം എന്നിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ലഭിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഇമേജ് ഇത് നമുക്ക് ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ അപ്ലോഡ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫയൽ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ബ്രീഫ് എക്സ്പ്ലെയിൻ വാട്ട് ആപ്പൻഡ് ഓർ വാട്ട് ഈസ് നോട്ട് വർക്കിംഗ് എന്നിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇഷ്യൂ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെസ്സേജ് തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓപ്ഷനൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് എല്ലാം ചെയ്യാം. സബ്ജക്റ്റായി ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് റിക്വസ്റ്റ് ടു എനേബിൾ ഗിഫ്റ്റ് ഓപ്ഷൻ ഫീച്ചർ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്നാണ്. അതായത് നമ്മുടെ ഗിഫ്റ്റ് ഓപ്ഷൻ ഫീച്ചർ ഇത് ഇൻസ്റ്റാഗ്രാമിൽ എനേബിൾ ചെയ്യാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് ആണ് നമ്മൾ സബ്ജക്റ്റിൽ കൊടുക്കുന്നത്. അതുപോലെ ഡിയർ ഇൻസ്റ്റാഗ്രാം ടീം, I hope this message finds you well. I am writing to request the activation of gift option feature on my Instagram account. As a content creator, this feature would greatly enhance my ability to engage with my audience and allow them to show their appreciation of my work in a meaningful way എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൽ നിന്നുള്ള അപ്രീസിയേഷൻ എല്ലാം ലഭിക്കുന്നതിനും അതുപോലെ നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻ നെക്സ്റ്റ് ലെവലിലേക്കെല്ലാം എടുക്കുന്നതിനും ഇത്തരത്തിൽ ഈ ഒരു ഗിഫ്റ്റ് ഫീച്ചർ എൻ്റെ അക്കൗണ്ടിൽ ആഡ് ചെയ്യുന്നത് ഗുണം ചെയ്യും. അതിനാൽ തന്നെ ഈ ഒരു ഓപ്ഷൻ എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ എനേബിൾ ചെയ്തു തരണമെന്നാണ് നമ്മൾ ഇവിടെ റിക്വസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ. ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ പോസിറ്റീവ് റെസ്പോൺസ് എന്ന് കൂടി കൊടുത്തതിന് ശേഷം ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് കൊടുത്ത് നമ്മുടെ നെയിം കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ അറ്റാച്ച്മെൻറ്റോട് കൂടി നമ്മൾ ഈ ഒരു മെസ്സേജ് ഇവിടെ സെൻഡ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ഇത് സെൻഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയത്തിന് ശേഷം, അതായത് എനിക്ക് 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ഗിഫ്റ്റ് ഓപ്ഷൻ എല്ലാം എൻ്റെ അക്കൗണ്ടിൽ എനേബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് അതുപോലെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം നല്ല റീച്ച് എല്ലാം ഉണ്ട്, ഈ ഒരു ഓപ്ഷൻ ഇതുവരെ എനേബിൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഗുണം ലഭിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്